അപ്പം നമ്മൾ ഈ ജ്വല്ലറി സീരീസ് തന്നെ തുടങ്ങിയത് ഒരു ഗോൾഡ് സ്റ്റോൺ നെക്ലേസ് വെച്ചിട്ടായിരുന്നു. അപ്പോൾ ഈ ഗോൾഡ് സ്റ്റോൺ നെക്ലേസ് ആക്ച്വലി മാൻ മെയ്ഡ് ആണ്. അതിൽ നമ്മൾ പറഞ്ഞിരുന്നു ഇത് സൺസ്റ്റോൺ എന്ന് പറഞ്ഞൊരു സ്റ്റോണിൻ്റെ, ഒരു നാച്ചുറൽ സ്റ്റോണിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് ആണെന്ന്. അപ്പോൾ ഈ കാണുന്നതാണ് സൺസ്റ്റോൺ. ഒലിഗോക്ലേസ് അല്ലെങ്കിൽ ഓർത്തോക്ലേസ് എന്ന് സയൻറ്റിഫിക്കലി അറിയപ്പെടുന്ന ഈ സൺസ്റ്റോൺ ഒരു ഫെൽസ്പാർ മിനറൽ ഫാമിലിയിൽപ്പെട്ടതാണ്. അപ്പോൾ നമ്മൾ നേരത്തെ ആ ഗോൾഡ് സ്റ്റോണിൻ്റെ വീഡിയോയിൽ തന്നെ പറഞ്ഞിരുന്നു, വൺ ഓഫ് ദി ഗോൾഡ് സ്റ്റോൺ നമുക്ക് കിട്ടിയത് ഒരു സൺസ്റ്റോൺ എന്ന പേരിലാണ്. പക്ഷേ അത് സൺസ്റ്റോൺ അല്ല എന്ന് വിശ്വസിക്കാനായിട്ട് കുറേ കാരണങ്ങളുണ്ടായിരുന്നു. അതിൻ്റെ അകത്തുള്ള കോപ്പർ പാർട്ടിക്കിൾസിൻ്റെ ഇൻറ്റൻസിറ്റി ഒക്കെ അതിനൊരു കാരണമായിരുന്നു. സൺസ്റ്റോണുകളിൽ തന്നെ ഒറിഗോൺ സൺസ്റ്റോൺ എന്ന് പറഞ്ഞൊരു വെറൈറ്റി ഉണ്ട്. അപ്പോൾ ആ വെറൈറ്റീനെ ബേസ് ചെയ്ത് നോക്കുകയാണെങ്കിൽ അത് വളരെ നിയർ ബൈ ടു ഗോൾഡ് സ്റ്റോൺ തന്നെയാണ്. പക്ഷേ ഈ നാച്ചുറൽ സ്റ്റോൺസിൽ ബേസിക്കായും നമ്മൾ വളരെ വില കുറഞ്ഞ് വാങ്ങിക്കുമ്പോൾ ഇൻക്ലൂഷൻസ് ഉണ്ടാവാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അപ്പോൾ ക്ലാരിറ്റി കുറവായിരിക്കും. അതുകൊണ്ട് തന്നെയാണ് അതൊരു ഗോൾഡ് സ്റ്റോൺ ആണെന്ന് വിശ്വസിക്കാനുള്ള കാരണം. പക്ഷേ ഇതിപ്പോൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ അറിയാം, ഇതിൻ്റെ അകത്ത് അത്യാവശ്യം ഇൻക്ലൂഷൻസ് ഉണ്ട്. ഒരു വൈറ്റ് ആൻഡ് ഓറഞ്ച് ഷെയ്ഡ്സ് ആണ് ഇതിൻ്റെ അകത്തുള്ളത്. പിന്നെ വളരെ യൂണിഫോം ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തേക്കുന്ന ഒരു ഷിമ്മറിങ് അല്ല ഇതിനുള്ള. സൺസ്റ്റോൺ ഒരുപാട് സ്ഥലങ്ങളിൽ അവൈലബിൾ ആയിട്ടുണ്ട്. അതിൻ്റെ അകത്ത് മെയിൻ ആയിട്ടുള്ളത് നോർവേ, ഇന്ത്യ, റഷ്യ, മഡഗാസ്കർ, US എന്നീ സ്ഥലങ്ങളിലാണ്. ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്നത് കാനഡയിൽ നിന്ന് സോഴ്സ് ചെയ്തേക്കുന്ന സൺസ്റ്റോൺ. അത് ഫോം ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മാഗ്മ അല്ലെങ്കിൽ ലാവ അത് കൂൾ ചെയ്ത് സോൾഡിഫൈ ചെയ്യുമ്പോഴാണ് ഇത് ഫോം ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കോപ്പർ ഓർ ഹെമറ്റൈറ്റോ വന്ന് പെട്ടിട്ടുണ്ടെങ്കിൽ ഇതിന് ഒരു ഷിമ്മറിങ്, ഒരു സ്പാർക്കിൾ കിട്ടും. അപ്പോൾ അതാണ് ഇതിൻ്റെ അകത്തുള്ള ആ ഒരു തിളക്കം. അപ്പോൾ ചുരുക്കത്തിൽ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് കോപ്പർ ഓർ ഹെമറ്റൈറ്റ് ഇൻക്ലൂഷൻസ് ഉള്ള ഒരു സോൾഡിഫൈഡ് ലാവയാണ് അല്ലെങ്കിൽ മാഗ്മയാണ്. ഈ മെറ്റാലിക് ഇൻക്ലൂഷൻസ് ലൈറ്റ് റിഫ്ലക്റ്റ് ചെയ്യും, ലൈറ്റ് അടിക്കുമ്പോൾ റിഫ്ലക്റ്റ് ചെയ്യും. അതാണ് ഇതിൻ്റെ ഗ്ലിറ്ററിങ്ങിന് കാരണം. ഈ ഫിനോമിനന് അവെഞ്ചറസൻസ് എന്നാണ് പറയുന്നത്. പിന്നെ ഇതിൻ്റെ ഒരു ഹാർഡ്നെസ് എന്ന് പറയുന്നത് 6 to 6.5 MOHs വാല്യൂ ആണ്. നമ്മളുടെ ഇനാമലിൻ്റെ ഒക്കെ ഹാർഡ്നെസ് എന്ന് പറയുന്നത് 5 MOHs വാല്യൂ ആണ്. അപ്പോൾ അതിനേക്കാൾ ഹാർഡറാണ് ഈ സ്റ്റോൺ. ഇനി ഇത് വേറെയും കളർ വേരിയേഷനിൽ അവൈലബിൾ ആയിട്ടുണ്ട്. ഓറഞ്ച്, റെഡ്, ഗോൾഡ്, ബ്രൗൺ എന്നീ കളേഴ്സിൽ ഇത് അവൈലബിൾ ആയിട്ട്. ബെനിഫിറ്റ്സ് പറയുന്നത് ഇത് വൈറ്റാലിറ്റി ബൂസ്റ്റ് ചെയ്യും, പോസിറ്റിവിറ്റി കൊണ്ടുവരും, ക്രിയേറ്റിവിറ്റി എൻഹാൻസ് ചെയ്യും, സെൽഫ് കോൺഫിഡൻസ് എൻഹാൻസ് ചെയ്യും, പിന്നെ ഇമോഷണൽ ബാലൻസ് കൊണ്ടുവരും, സ്ട്രെസ് റെഡ്യൂസ് ചെയ്യും എന്നൊക്കെയാണ്. പക്ഷേ ഞാനിതിനെ ബേസിക്കായിട്ട് കാണുന്നത് ഒരു പ്ലാസ്റ്റിക് ജ്വല്ലറിയുടെ നല്ലൊരു റീപ്ലേസ്മെൻറ്റ് എന്നുള്ള രീതിയിലാണ്. ഇനി ഇതിൻ്റെ ഒരു കൾച്ചറൽ സിഗ്നിഫിക്കൻസ് പറയുകയാണെങ്കിൽ ഏൻഷ്യൻ ഗ്രീക്കിലും വൈക്കിങ്സിൻ്റെ ടൈമിലും ഒക്കെ തന്നെ ഇത് സൺ ഗോഡിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന ഒന്നാണ്. അതുകൊണ്ട് തന്നെ ഈ സ്റ്റോണിന് വളരെ ഇമ്പോർട്ടൻസ് ആണ്. ആസ് എ ബേർത്ത് സ്റ്റോൺ ഇതൊരു മോഡേണോ ട്രഡീഷണൽ ആയ ബേർത്ത് സ്റ്റോൺ ആയിട്ട് കൺസിഡർ ചെയ്യുന്ന ഒന്നല്ല. എന്നിരുന്നാലും ലിയോ സോഡിയാക് സൈൻ റെപ്രസെൻറ്റ് ചെയ്യുന്ന ഒന്നാണ്. അപ്പോൾ വാംത്ത്, വൈറ്റാലിറ്റി, ലീഡർഷിപ്പ് സിംബിളൈസ് ചെയ്യുന്ന ഈ സെമി പ്രഷ്യസ് സ്റ്റോൺ സണ്ണിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നതായതുകൊണ്ട് തന്നെ ഇത് സമ്മർ മന്ത്സിൽ ജനിച്ചവർക്ക് നല്ല യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ബേർത്ത് സ്റ്റോൺ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ കമൻറ്റ് ചെയ്യുക.